വെച്ച നല്ലൊരു തോരൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഈ പച്ചയുള്ളിയാണ്. ഇതിൻ്റെ ഈ വെളുത്ത ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ആദ്യം എണ്ണയ്ക്കകത്ത് ഉള്ളിയല്ലേ, അപ്പോൾ ഒന്ന് വേവ് കാണും. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഈ വെളുത്ത ഭാഗം അരിഞ്ഞു വെച്ചിരിക്കുവാണ്. ഈ പച്ചയുള്ളി ഈ ഇലയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പിന്നെ പെട്ടെന്ന് ചൂട് കയറുമ്പം തന്നെ അങ്ങ് വെന്ത് കിട്ടും. നമുക്ക് അതിന് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ മുറി തേങ്ങയുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. നമുക്ക് അതൊന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി. നമുക്ക് തോരൻ കറിയൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേനും നമ്മൾ ഈ പച്ച ഉള്ളിയുടെ ഞാൻ ഈ വെളുത്ത ഭാഗവും ഈ പച്ചമുളകും കൂടെ ഒന്നിച്ചങ്ങോട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇല ഇടുകയുള്ളൂ. നമുക്ക് ഈ പച്ചമുളകും ഈ ഉള്ളിയുടെ വെളുത്ത ഭാഗം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇലയുടെ ഭാഗം ചേർക്കാം. ഈ വെളുത്ത ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഇത്തിരി വേവുള്ളത്. അതുവാണേലും അതൊരു 1-2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ളിയല്ലേ, ഇപ്പം നല്ല ഉള്ളി തോരൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റായത് ചോറിന് കൂട്ടാൻ. ഒരു 2 മിനിറ്റ് ഒന്ന് വാടുന്നവരെ നമുക്ക് ഇളക്കാം. ഉള്ളി നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇത്ര മതി, വാടിയാൽ മതി. നമ്മൾ തോരൻ കറിയല്ലേ. അപ്പം ഇതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം അതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ തേങ്ങ ഇടുവാണ് ഇനി ഇതിനകത്ത്. തേങ്ങയും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഇലയുടെ ഭാഗം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഇല ഒന്ന് വാടിക്കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ഇല പെട്ടെന്ന് അങ്ങ് ഒതുങ്ങിപ്പോകും. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താൽ നമ്മൾ ഓർക്ക് ഒത്തിരി ഉള്ളി ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഇല ചേർക്കും. പക്ഷേ ഇത് ചൂട് കയറുമ്പം തന്നെ ഈ പച്ചയുള്ളി അങ്ങ് അവിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂട് കയറി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം. ഉള്ളിയൊക്കെ ഒന്ന് കണ്ടത് നല്ലപോലെ ഒതുങ്ങിയത് കണ്ടോ. നമ്മൾ ആ പച്ചയുള്ളി ഇടുമ്പം നമ്മൾ ഓർക്കും ചട്ടിയിൽ ഒത്തിരി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി. ഇത് മൂടിയൊന്നും വെക്കണ്ട, പച്ചയുള്ളിയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. മൂടി വെക്കുവാണെങ്കിൽ പിന്നെ കുഴഞ്ഞും പോകും. നമുക്കൊന്നിങ്ങനെ തോരൻ കറിയൊക്കെ അല്ലേ നല്ലൊരു തോർന്നിരിക്കുവാണെങ്കിലാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളത്. അപ്പോൾ അത് തേങ്ങയൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി വെച്ചാൽ നന്നായിട്ട് എടുക്കാറാകും. ഒന്ന് ഇളക്കി തോർത്താൽ മതി, മൂടി വെക്കണ്ട. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇത് കണ്ട തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ പച്ചയുള്ളിയും കൊണ്ടുള്ള തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ കറിയാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.